മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം രൂക്ഷമായതിനാൽ പ്രധാന കവാടത്തിന് മുന്നിലെ ഫാർമസി അടച്ചു. മരുന്നുക്ഷാമം രൂക്ഷമായതോടെ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നിർധന രോഗികൾ. കുടിശ്ശിക തീർക്കാത്തതിനെ തുടർന്ന് കമ്പനികൾ മരുന്ന് വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രശ്നപരിഹാരത്തിനായി കളക്ടർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. മരുന്ന് വിതരണക്കാരുമായിട്ടാണ് ഇന്ന് ചർച്ച നടത്തുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക 75 ലക്ഷത്തോളം രൂപയാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, ഫ്ലൂയിഡുകൾ എന്നിവ വാങ്ങി ഇനത്തിലാണ് കുടിശ്ശിക. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മരുന്ന് വിതരണം ചെയ്യുന്ന രാജ്യത്തെ തന്നെ ആരോഗ്യ കേന്ദ്രത്തിലൊന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 8,000 രൂപയ്ക്ക് കിട്ടേണ്ട ക്യാൻസർ മരുന്നുകൾ ഇപ്പോൾ 30,000 രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ. മരുന്ന് വിതരണം ഭാഗികമായും തടസ്സപ്പെട്ടതോടെ ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതത്തിലായത്. കുടിശ്ശിക കിട്ടാതെ ഇനി വിതരണമില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.